പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കുട്ടികൾക്കെല്ലാം വലിയ ഉത്സാഹം. ഇന്ന് മദ്രസ തുറക്കുകയാണ്. പെരുന്നാളിന് വാങ്ങിയ പുതുവസ്ത്രങ്ങൾ ധരിച്ചാണ് കുട്ടികൾ മദ്രസയിലെത്തുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹം. ഷാക്കിറിൻ്റെ മനസ്സിലും നിറയെ സന്തോഷമാണ്. പെരുന്നാളിന് അവനും പുതുവസ്ത്രം കിട്ടി. ഉമ്മയുടെ നിർബന്ധം. എത്രയോ തവണ ഉമ്മ നിർബന്ധിച്ചു. ബാപ്പയിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. പെരുന്നാളിൻ്റെ തലേനാൾ ഒരു പൊതിക്കെട്ടുമായി ബാപ്പ വന്നു. മേശപ്പുറത്തിട്ടു. ഒന്നും പറഞ്ഞില്ല. ബാപ്പ ഉറങ്ങിയ ശേഷം ഉമ്മ പൊതി അഴിച്ചു. അതിശയം. പുതുവസ്ത്രങ്ങൾ. ഉമ്മക്ക് തുണി, കുപ്പായത്തുണി, മക്കന. സലീമോന് നിക്കറും ബനിയനും, ഷാക്കിറിന് തുണിയും ഷർട്ടും തൊപ്പിയും. ഉമ്മ ചിരിച്ചു. അപൂർവമായി മാത്രം കാണാറുള്ള ആ ചിരി ഷാക്കിർ ആർത്തിയോടെ നോക്കി നിന്നു. പെരുന്നാളിൻ്റെ തലേന്ന് ബാപ്പ ഉമ്മയുടെ കയ്യിൽ പണം കൊടുത്തു. അരിയും സാധനങ്ങളും വാങ്ങാൻ, പോത്തിറച്ചി വാങ്ങാൻ. ഷാക്കിർ തന്നെയാണ് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നത്. 29 നോമ്പ് കടന്നുപോയി. നാളെ 30ാമത്തെ നോമ്പ്. 30ാം നോമ്പ് കിട്ടുമോ? അതോ നാളെ പെരുന്നാളാകുമോ? പള്ളി നിറയെ ആളുകൾ. ഹദ്ദാദ് റാത്തീബ് ചൊല്ലി. മുഅദ്ദിൻ ഇഖാമത്ത് കൊടുത്തു. ഇമാം മിഹ്റാബിലെത്തി. ഇശാനിസ്കാരം തുടങ്ങി. ഇശാനിസ്കാരം തീരും മുമ്പേ എവിടെ നിന്നോ തക്ബീറിൻ്റെ ശബ്ദം. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ ചിലർ പുറത്തേക്കോടി. പള്ളിയുടെ മുമ്പിൽ ജനക്കൂട്ടം. മാസം കണ്ടു. നാളെ പെരുന്നാൾ. എവിടെയാണ് മാസം കണ്ടത്? ആരാണ് ഉറപ്പിച്ചത്? കാരണവരുടെ ശബ്ദമുയർന്നു. നോമ്പും പെരുന്നാളും കളിത്തമാശയല്ല. ആരെങ്കിലും എവിടെയെങ്കിലും ഉറപ്പിച്ചാൽ പോരാ. ആര് ഉറപ്പിച്ചാലാണ് നിങ്ങൾ സ്വീകരിക്കുക? ഒരു ചെറുപ്പക്കാരൻ രോഷത്തോടെ ചോദിച്ചു. ആരാടാ അവൻ? ഒരു വയസ്സൻ ഉറക്കെ ചോദിച്ചു. എല്ലാവരും ആ കാരണവരെ നോക്കി. ഷാക്കിർ ആൾക്കൂട്ടത്തിനിടയിലൂടെ തള്ളിത്തിരക്കി വന്നു. ആ വയസ്സിനെ നോക്കി. നല്ല വേഷം, ഒരു കള്ളിത്തുണി, ഷർട്ടില്ല, തലയിൽ മുണ്ട്, പച്ച ബെൽറ്റ്, കയ്യിൽ ഊന്നുവടി. ആകാശത്ത് മാസം കണ്ടാൽ പോരാ. ചെറുപ്പക്കാരൻ ശബ്ദമുയർത്തി. നീ കണ്ടോ? വൃദ്ധനും ശബ്ദമുയർത്തി. എന്നാ പിന്നെ നീ മിണ്ടാതിരി. മാസം ഉറപ്പിക്കേണ്ടവർ ഉറപ്പിക്കട്ടെ. എന്നിട്ട് മതി പെരുന്നാൾ. ആര് ഉറപ്പിച്ചാലാ നിങ്ങൾ പെരുന്നാൾ കഴിക്കുക? ഖാദിയാർ ഉറപ്പിക്കണം. അപ്പോൾ ഒരു ജീപ്പ് വന്നു നിന്നു. അതിൽ വന്നവർ ഉറക്കെ തക്ബീർ ചൊല്ലുന്നു. മാസം ഉറപ്പിച്ചു. ജീപ്പുകാർ വിളിച്ചു പറഞ്ഞു. ആര്? വൃദ്ധൻ ചോദിച്ചു. ഖാദിയാർ, വലിയ ഖാദിയാർ. എന്നാൽ തക്ബീർ ചൊല്ലിക്കോളൂ. വൃദ്ധൻ വിളിച്ചു പറഞ്ഞു. എല്ലാവരും കൂടി ഉറക്കെ തക്ബീർ ചൊല്ലി. ഷാക്കിറും കൂടെ ചൊല്ലി. കശാപ്പുകാർ പോത്തിനെയും ആടിനെയും മറുക്കാൻ തുടങ്ങി. ഷാക്കിർ വീട്ടിലേക്കോടി. മുറ്റത്തെത്തിയപ്പോഴേ അവൻ ഉമ്മയെ വിളിച്ചു. ഉമ്മ, നാളെ പെരുന്നാളാ. ഇറച്ചിയുടെ പൈസ എടുത്തോളിയും. മോൻ കഞ്ഞി കുടിച്ചിട്ട് പോയാൽ മതി. ഉമ്മ മോന് ജീരകക്കഞ്ഞി കൊടുത്തു. അവൻ വേഗത്തിൽ കഞ്ഞി കുടിച്ചു. പൈസയുമായി അങ്ങാടിയിലേക്കോടി. ഇറച്ചിക്കടയിൽ വലിയ തിരക്ക്. ഷാക്കിർ 2 കിലോ പോത്തിറച്ചി വാങ്ങി. ഇറച്ചിപ്പൊതിയും താങ്ങിപ്പിടിച്ച് അവൻ വീട്ടിലെത്തി. പതിവിലും വൈകിയാണ് പാപ്പ വന്നത്. കയ്യിൽ ഒരു പൊതി മേശപ്പുറത്ത് വെച്ചു. ഉറങ്ങാൻ കിടന്നു. അധികം കഴിയും മുമ്പേ ഉറക്കം വലി തുടങ്ങി. ഉമ്മ പൊതി അഴിച്ചു. അരി, നെയ്ച്ചോറിൻ്റെ അരി. ഷാക്കിർ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. മനോഹരമായ ചുണ്ടുകളിൽ നേർത്ത മന്ദഹാസം. അപൂർവമായ കാഴ്ച. ഉമ്മ അടുക്കളയിൽ വന്നു. ഇറച്ചി ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി. അന്ന് കിടക്കുമ്പോൾ പാതിരാത്രിയായി. പെരുന്നാളിൻ്റെ തലേനാൾ എല്ലാ പെണ്ണുങ്ങൾക്കും ഉറക്കം കുറവാണ്. പിറ്റേന്ന് പെരുന്നാൾ. ഷാക്കിർ നേരത്തെ ഉണർന്നു. ഉമ്മയെ വിളിച്ചുണർത്തി. അവർ സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. സുബഹിക്കു ധാരാളം ആളുകൾ. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ചേർന്ന് തക്ബീർ ചൊല്ലി. അരമണിക്കൂർ അത് തുടർന്നു. പിന്നെ ആളുകൾ പിരിഞ്ഞുപോയി. ഷാക്കിർ വീട്ടിലെത്തി.
ബാപ്പ ഉറക്കിൽ തന്നെ. അവൻ ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി കുളിച്ചു. പത്തിരിയും ഇറച്ചിയും കഴിച്ചു. ഒരു മാസത്തിനു ശേഷം രാവിലെ ഭക്ഷണം കഴിക്കുന്നു. പുതുവസ്ത്രങ്ങൾ ധരിച്ചു പള്ളിയിലേക്ക് പുറപ്പെട്ടു. ബാപ്പ ഇനിയും ഉണർന്നിട്ടില്ല. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഷാക്കിർ തിരിച്ചു വരുമ്പോൾ ബാപ്പ ഇറച്ചിയും പത്തിരിയും കഴിക്കുന്നു. പെരുന്നാളിന് പോലും പള്ളിയിൽ വരാത്ത ബാപ്പ. പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരാഴ്ചയിലേറെയായി. മദ്രസ തുറക്കുന്ന ദിവസം കുട്ടികളെല്ലാം ഓടിയെത്തി. അവർ മദ്രസയുടെ മുറ്റത്ത് തടിച്ചുകൂടി. അതാ വരുന്നു ഹസൻ മുസ്ലിയാർ. കുട്ടികൾക്ക് ആഹ്ലാദം. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി. ഉസ്താദെ, അസ്സലാമു അലൈക്കും. ഉസ്താദ് സലാം അടക്കി മദ്രസയിലേക്ക് കയറി. ക്ലാസുകൾ തിരിച്ച് കുട്ടികളെ ഇരുത്തി. ഷാക്കിറും കൂട്ടരും 4-ാം ക്ലാസ്സിൽ ഇരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഹസൻ മുസ്ലിയാർ കടന്നു വന്നു. കുട്ടികൾ ആഹ്ലാദത്തോടെ എഴുന്നേറ്റ് നിന്നു. ഞാനാണ് 4-ാം ക്ലാസ്സിലെ ഉസ്താദ്. ഉസ്താദ് ആദ്യം പറഞ്ഞ വാചകം. പെട്ടെന്നൊരു പൊട്ടിച്ചിരി. കുട്ടികളുടെ മനസ്സിൽ സന്തോഷം പൊട്ടിച്ചിരിയായി പുറത്തേക്കു ചാടി. ഷാക്കിർ ഉറക്കെ ചിരിച്ചുപോയി. ഹസൻ ഉസ്താദ് ഇനിയും ഞങ്ങളുടെ ഉസ്താദ് തന്നെ. എന്തൊരു ഭാഗ്യം!